മാലിന്യ സംസ്കരണ പ്ലാന്റും ക്യാമറയും യാഥാർത്ഥ്യമായില്ല. അധികൃതരുടെ ഉറപ്പ് പാഴ്വാക്കായി മാറുന്നു. പത്തനാപുരം കിഴക്കേ ഭാഗം മാക്കുളത്ത് മാലിന്യം കുമിഞ്ഞുകൂടി ദുർഗന്ധവും തെരുവ് നായയും കാട്ടുപന്നി ശല്യവും രൂക്ഷം. ഓണം കഴിഞ്ഞതോടെ പിറവന്തൂർ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അതിർത്തിയായ മാക്കുളത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാകുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ എത്തിച്ചാണ് മാലിന്യം തള്ളുന്നത്. മാക്കുളം കമുകുഞ്ചേരി പിറവന്തൂർ റോഡിൽ പല സ്ഥലങ്ങളിലായാണ് മാലിന്യം തള്ളുന്നത്. മാക്കുളം തോട്ടം മേഖലയിലെ മാലിന്യം തള്ളുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നിരവധി തവണ തദ്ദേശ വകുപ്പിലും ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ പരാതികൾ കൊടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ അനുകൂലമായ ഒരു നടപടിയും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്നും നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഈ റോഡിന്റെ കിലോമീറ്ററോളം ദൂരത്തിൽ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും മധ്യഭാഗത്തുമായിട്ട് ലോഡ് കണക്കിന് മാലിന്യമാണ് രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ എത്തുന്നവർ ഇവിടെ തള്ളിയിട്ട് പോകുന്നത്. തെരുവ് നായ്ക്കളും പന്നിയുടെ ശല്യം കൊണ്ട് കാൽനടയാത്രയും ബൈക്കിൽ സഞ്ചരിക്കുന്നവർക്കും ഒക്കെ വളരെ വളരെ പ്രശ്നങ്ങളാണ്. നിരവധി തവണ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ആൾക്കാരെ പന്നി കുറുകെ ചാടി തള്ളിയിട്ട് കയ്യും കാലും ഒടിഞ്ഞവരൊക്കെ ഒരുപാട് പേർ ഇവിടെ ഉണ്ട്. അസഹനീയമായ ദുർഗന്ധം അതുവഴി നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള അസഹനീയമായ ദുർഗന്ധമാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നവർ അനുഭവപ്പെടുന്നത്. ഇതിനൊരു പരിഹാരം തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് പറഞ്ഞ് നിരവധി തവണ നാട്ടുകാരും ഉത്തരവാദിത്തപ്പെട്ട മറ്റ് രാഷ്ട്രീയ കക്ഷികളും ഒക്കെ സംസാരിച്ചിട്ടും പരാതികൾ കൊടുത്തിട്ടൊന്നും യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയാൻ കഴിയുന്നില്ല. ഇവിടെ പ്രധാനമായിട്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ ക്യാമറ സ്ഥാപിച്ച് ഇതിന് പരിഹാരം ഉണ്ടാവണം. അതല്ലാത്ത പക്ഷം പോലീസിന്റെ നൈറ്റ് പട്രോളിങ്ങും കാര്യങ്ങളും ഒക്കെ ഈ ഭാഗത്ത് രാത്രികാലങ്ങളിൽ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇത്തരം വൃത്തികേട് കാണിക്കുന്ന ഇതിന് പറയുന്ന തന്തയില്ലായ്മ ഇതുപോലെ കാണിക്കുന്നവന്മാരെയൊക്കെ അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും തക്കതായ ശിക്ഷ ഇവർക്ക് കൊടുക്കുകയും ചെയ്താൽ മേലിൽ ഇത് കാണുന്നവർ ഇതുമാതിരിയുള്ള തോന്നിവാസങ്ങൾ കാണിക്കാതിരിക്കാൻ അവർക്കൊരു പ്രചോദനമാകും. എന്ത് വൃത്തികളാണ് കാണിക്കുന്നത്? ഈ റോഡ് എന്തൊരു അവസ്ഥയാണ് ആ റോഡിന്റെ അവസ്ഥ. ഈ റോഡിന്റെ കുറച്ച് മുകൾ ഭാഗത്തോട്ട് മാറിയിട്ടൊരു കുളമുണ്ട്. ആ കുളം മുഴുവൻ ചാക്കെട്ടുകളും മാലിന്യം കൊണ്ട് വെള്ളത്തിനകത്ത് നിറഞ്ഞ് നാശപ്പെടുക. ഞാൻ തന്നെ ഇത് പല പ്രാവശ്യം ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് പത്രങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കളക്ടർക്ക് ഞാൻ പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തദ്ദേശ വകുപ്പുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു നടപടികളും അതിനൊരു മറുപടി പോലും ഇവരുടെ ഒന്നും ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. എന്തൊരു അവസ്ഥയാണ്! ആ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. റോഡിന്റെ മധ്യഭാഗത്ത് വരെ മാലിന്യത്തിന്റെ ചാക്കുകൾ കൊണ്ട് വാരിയിട്ടിരിക്കുക. പട്ടി ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രികാലങ്ങളായി കഴിഞ്ഞാൽ തെരുവ് നായയുടെ ശല്യം ആ ഭാഗം മുഴുവൻ വേസ്റ്റ് തിന്നാൻ വരുന്ന തെരുവ് നായ്ക്കളും പന്നികളും വല്ലാത്തൊരു അവസ്ഥയാണ്. അടുത്തൊക്കെ അതുപോലെ തന്നെ ഈ മഴക്കാലമായാൽ ഈ മാലിന്യങ്ങൾ മുഴുവൻ മഴവെള്ളത്തിന്റെ കൂടെ പോയി തൊട്ടടുത്തൊരു തോടുണ്ട്, മാക്കുളം തോട്. ഈ തോട്ടിലെത്തുകയും തോടിനോട് ചേർന്ന് കിടക്കുന്ന കല്ലടയാറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഈ മാലിന്യം മുഴുവൻ അങ്ങനെ ഒഴുകി കല്ലടയാറ്റി എത്തുന്നു. അവിടുന്ന് കുടിവെള്ള സംഭരണികൾ നിരവധി കുടിവെള്ള സംഭരണികൾ കല്ലടയാറ്റിലുണ്ട്. ഇതിലൂടെ ഈ മാലിന്യങ്ങൾ ചേർന്ന വെള്ളമാണ് ഈ പറയുന്ന നമ്മുടെ ഭാഗങ്ങളിലുള്ള വീടുകളിലെയും ഹോട്ടലുകളിലും വീടുകളിലും ഒക്കെ പല രൂപത്തിലും ഭാവത്തിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഉണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങൾ ഈ പ്രദേശത്ത് ഇപ്പം ഉണ്ട്. ഇതിന്റെ എല്ലാം കാരണം ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. മാക്കുളം പാവുമ്പ പിറവന്തൂർ പാതയിൽ കിലോമീറ്ററോളം റോഡ് വശത്ത് അറവ് മാലിന്യങ്ങളും കോഴി വേസ്റ്റും ഹോട്ടൽ മാലിന്യങ്ങളും ഉൾപ്പെടെ ചാക്കുകളിലും കവറുകളിലും കെട്ടിയാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. പച്ചക്കറി, മത്സ്യം, അനധികൃത മാംസശാലകളിൽ നിന്നുള്ള ഇറച്ചി, കോഴിക്കട മാലിന്യം എന്നിവയെല്ലാം ഇക്കൂട്ടത്തിൽപ്പെടും. കാട്ടുപന്നിയുടെയും തെരുവ് നായകളുടെയും ശല്യം കാരണം കുട്ടികളടക്കം കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ്. പന്നിയുടെയും നായയുടെയും ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി പേരുണ്ട്. ഇവിടെ ആവശ്യം പോലെ ഇവിടെ വണ്ടി കണക്കിന് കൊണ്ട് തള്ളുമല്ലോ, ഇഷ്ടം പോലെ. ഇത് നടക്കാൻ വാഹനക്കാർക്കോ ഇല്ലെങ്കിൽ യാത്രക്കാർക്കോ എന്തൊക്കെയാണ് കൊണ്ടിരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. വാടകാരൻ ഭയങ്കര വാടകയും വേണോ, കാരണം ഇവിടെ നടക്കാനേ ഒക്കത്തില്ല. അത്ര ഭയങ്കര ഇതില്ല. അത് എന്തുമാത്രം കൊണ്ടിരുന്നത് ദൂരത്തില്ലല്ലോ. ഇഷ്ടം പോലെ 2-3 കിലോമീറ്റർ ദൂരത്തിന് തോട്ടങ്ങളിലും റോഡിലും മാത്രമേ തള്ളുമല്ലോ. എന്തുമാത്രം കൊണ്ട് തള്ളുന്നതെന്നറിയോ, ആവശ്യം പോലെ. ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് ബോർഡ് വെച്ചതല്ലാതെ ക്യാമറയോ മാലിന്യ പ്ലാന്റോ സ്ഥാപിക്കുകയോ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കാനോ പഞ്ചായത്തിനോ പോലീസിനോ കഴിഞ്ഞിട്ടില്ലെന്നും പഞ്ചായത്ത് ഓഫീസ് ഉപരോധമടക്കം സമരപരിപാടി സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പരാതി പറയുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.